സുഷി കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കമ്പനിയിലുള്ള എൻ്റെ സീനിയേഴ്സാണ് 2 ഇന്തോനേഷ്യക്കാരും 3 തായ്ക്കാരും. അതിൽ 3 പേര് ടെക്നിക്കൽ ഇൻറ്റേൺസാണ്, സെക്കൻഡ് ഇയർ. 2 പേര് തായ്ലൻഡിൽ നിന്നുള്ള SSW ആണ് കേട്ടോ. അവർ ഓൾറെഡി 5 കൊല്ലം TATP കംപ്ലീറ്റ് ചെയ്തിട്ട് SSWക്ക് വന്നേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ടാബിലാണ് ഓർഡർ ചെയ്യണത്. നല്ല പോസ്റ്റ് കിട്ടി. ഞായറാഴ്ചയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ജപ്പാൻകാർക്കൊന്നും പ്രശ്നമല്ല കേട്ടോ, അവർ മണിക്കൂറുകളോളം വരുന്നിട്ട് അതിൽ നല്ല ഫുഡാണെങ്കിൽ കഴിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തു. അപ്പോൾ സുഷി എന്ന് പറഞ്ഞാൽ കുറച്ച് റൈസ് അതിൻ്റെ മുകളിൽ മേ ബി കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഫ്രൈഡ് ഉള്ള ഇതുണ്ടാവും, ഫിഷ് ഉണ്ടാവും, റോ ഫിഷ് ഉണ്ടാവും, നൈസായിട്ട് ബോയിൽ ചെയ്തിട്ടുണ്ടാവും. അതാണ് സുഷി എന്ന് ഉദ്ദേശിക്കുന്നത്. കുറച്ച് സോയ സോസോ അല്ലെങ്കിൽ കുറച്ച് വസാബി ഇട്ടിട്ട് ഒറ്റടിക്ക് ആ ചോറ് പൊട്ടരുത്, എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കുക. അങ്ങനെ അതിൻ്റെ സെറ്റപ്പ്. ടാബിലാണ് ഓർഡർ ചെയ്യണത്. കൺവെയർ ബെൽറ്റിൽ അതിങ്ങനെ കറങ്ങി വരും. വേറെ ഓർഡർ സെർവ് ചെയ്യണമെന്ന് ആരുമില്ല. അപ്പോൾ നമ്മുടെ ഓർഡർ എത്തുമ്പോൾ ടാബിനകത്ത് പറയും നിങ്ങളുടെ ഓർഡർ വരുന്നുണ്ട് എടുക്കണമെന്ന്. കാരണം അത് നിൽക്കത്തില്ല, അത് കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ എടുക്കുന്നു, വയ്ക്കുന്നു, വസാബി വയ്ക്കുന്നു, അല്ലെങ്കിൽ സോയ സോസ് വയ്ക്കുന്നു, കഴിക്കുന്നു. ചിലത് റോ മീറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ്. ഇത് തെമ്പുരയാണ്, ഡീപ്പ് ഫ്രൈഡ് ഫിഷാണ്. ഇതാണ് ചെമ്മീനാണ്. അങ്ങനെ ഓർഡറുകൾ വന്നുകൊണ്ടേയിരുന്നു. ഏകദേശം 100 to 200 എൻ്റെ ഇടയ്ക്കാണ് ഒരു പ്ലേറ്റ് 2 ചെറിയ പീസ് വന്നത്. എനിക്ക് ഈ സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അടി കിടിലൻ സാധനമായിരുന്നത്. ഫസ്റ്റ് ടൈമായിട്ടാണ് സുഷി കഴിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ കഴിച്ചു. ഞാൻ പക്ഷേ പകുതിയായപ്പോൾ നിർത്തിപ്പോയത്. ഞാൻ ഓൾറെഡി ഹെവി ആയിട്ട് കഴിച്ചു. അപ്പോഴാണ് ഇവർ വന്നിട്ട് എന്നെ വിളിച്ചത്. അതുകൊണ്ട് എനിക്ക് ശരിക്കും കഴിക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് പോകുന്നവരെ ഏകദേശം ഒരു 80 പ്ലേറ്റോളം അവിടെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെന്തോരം കഴിച്ചെന്ന് എനിക്കറിയില്ല.